എല്ലാവർക്കും നമസ്കാരം. മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. കോപ്പയിൽ കരുതുള്ളി കാനറികൾ. ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ പരഗ്വയെ ഗോൾ മഴയിൽ മുക്കിയാണ് ബ്രസീൽ പ്രീ ക്വാർട്ടർ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കയോട് സമനില വഴങ്ങിക്കൊണ്ടിരുന്ന ബ്രസീൽ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ പരഗ്വയ്ക്കെതിരെ 1-4 ഗോളുകൾക്കാണ് വിജയിച്ചു കയറിയിട്ടുള്ളത്. ഒപ്പം ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് പ്രീ ക്വാർട്ടർ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും കാനറി പടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 48-ാം മിനിറ്റിൽ ഓൾഡർട്ടാണ് പാരഗ്വയുടെ ഏക ഗോൾ നേടിയത്. ബ്രസീലിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. 35-ാം മിനിറ്റിലും ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിലുമാണ് വിനീഷ്യസ് പാരഗ്വയുടെ വല കുലുക്കിയത്. ഒപ്പം 43-ാം മിനിറ്റിൽ സാവിയോയും 65-ാം മിനിറ്റിൽ പെനാൽറ്റിയുടെ ലൂക്കാസ് പക്വേറ്റയുമാണ് ബ്രസീലിന് വേണ്ടി ഗോളുകൾ നേടിയത്. 81-ാം മിനിറ്റിൽ പരഗ്വയുടെ ക്യൂബാസ് റെഡ് കാർഡ് കണ്ട് പുറത്തായിട്ടുണ്ടായിരുന്നു. സോ പരഗ്വയ്ക്കെതിരെ മികച്ച വിജയം നേടിക്കൊണ്ട് ബ്രസീൽ ഗ്രൂപ്പ് ഡിയിലെ രണ്ടാം സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട്. 2 മത്സരങ്ങളിൽ 6 പോയിൻ്റുള്ള കൊളംബിയ ഒന്നാം സ്ഥാനം നിലനിർത്തുമ്പോൾ 2 മത്സരങ്ങളിൽ 4 പോയിൻ്റുള്ള ബ്രസീൽ രണ്ടാം സ്ഥാനത്ത് നിൽപ്പുണ്ട്. ഒപ്പം പ്രീ ക്വാർട്ടർ സാധ്യതകളും വിജയത്തോടുകൂടി കാനറിപ്പട വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കയ്ക്കെതിരെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ഗോളിലേക്ക് വഴിതിരിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മാറ്റിയാണ് ഇന്ന് ബ്രസീൽ പാരഗ്വയ്ക്കെതിരെ 11-ൽ വമ്പൻ മാറ്റങ്ങൾ വരുത്തിയാണ് ഇറങ്ങിയത്. അത് ഫലം കണ്ടിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയറുടെ ഇരട്ട ഗോളുകൾ ബ്രസീലിന് ആശ്വാസമായി വന്നിട്ടുണ്ട്. നെയ്മർ ജൂനിയർ ഇല്ലാത്ത കോപ്പ അമേരിക്കയിൽ ബ്രസീൽ കരുത്തുകാട്ടി പോവുകയാണ്. ആദ്യ മത്സരത്തിൽ കോസ്റ്ററിക്കയോട് സമനില വഴങ്ങിക്കൊണ്ടിരുന്ന ബ്രസീൽ രണ്ടാം മത്സരത്തിൽ പരഗ്വയ്ക്കെതിരെ നേടിയ വിജയത്തോടു കൂടി പ്രീ ക്വാർട്ടർ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇനി ബ്രസീലിൻ്റെ അതായത് അവസാന ലീഗ് മത്സരം കൊളംബിയയ്ക്കെതിരെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.